അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവരോടും ദുആ വസിയ്യത്തോടെ പ്രത്യേകമായ ഒരു വിഷയം പറയാനാണ് വോയിസിൽ വന്നത്. പെരുന്നാൾ ദിവസം അതുപോലെയുള്ളതായ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മിൽപ്പെട്ട ചില ആൾക്കാരെങ്കിലും തൻ്റെ വകതിരിവില്ലാത്ത കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതൊരു സ്നേഹത്തിലും അതുപോലെയുള്ള വാത്സല്യത്തിലുമായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷേ പരിശുദ്ധ ദീൻ അതിനെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷെർവാനി തങ്ങൾ തൻ്റെ ഹാഷിയുടെ 2-ാം വള്ളിയം 168-ാം പേജിൽ പറയുന്നു, യഹ്റുമു തംകീനു സിബിയാനി ഗൈറിൽ മുമയ്യിസീന, വകതിരിവില്ലാത്ത കുട്ടികളെ പള്ളിയിലേക്ക് അടുപ്പിക്കൽ, പള്ളിയുമായിട്ട് യഥമാക്കി കൊടുക്കൽ, സൗകര്യപ്പെടുത്തി കൊടുത്താൽ ഹറാമാണ് എന്നാണ്. ഹറാമാണ്. എപ്പോൾ ഇൻഗലബ തൻജീസുഹും, അവർ പള്ളിയെ നജസാക്കുമെന്നുള്ളതായ ധാരണ ഉണ്ടെങ്കിൽ, ഉറപ്പ് വേണമെന്നില്ല. കുഞ്ഞുങ്ങൾ പള്ളിയിലേക്ക് വന്നാൽ ചിലപ്പോൾ ഛർദ്ദിച്ചേക്കും, അല്ലെങ്കിൽ മൂത്രിച്ചേക്കും എന്ന് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥിതിയാണെങ്കിൽ പള്ളിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരൽ ഹറാമാണ്. ഇനി അങ്ങനെ ധാരണയില്ലെങ്കിലോ, ഇല്ല കുരിഹ, ധാരണയില്ലെങ്കിലും വകതിരിവില്ലാത്ത കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരൽ കറാഹത്താണെന്നാണ്. വെറുതെ ഈ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ എന്തിന് കറാഹത്ത് ചെയ്യണം? അതോടുകൂടെ അപ്പുറത്തിപ്പുറത്ത് നിസ്കരിക്കുന്നവർക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് വിശ്വാസമാണ്. കുഞ്ഞിക്ക് വകതിരിവില്ലല്ലോ, കുഞ്ഞിക്കറിയില്ലല്ലോ ഇത് നിസ്കാരാണോ മറ്റേതാണോ മറിച്ചതാണോ ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് ഈ കൊണ്ടുവന്ന ഉപ്പാക്കും അവൻ്റെ നിസ്കാരം ചെയ്യാകുന്നില്ല. കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കൈ പിടിച്ചിട്ട് നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് നിർത്താണ്. അപ്പോൾ 3 അനക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, നിസ്കാരം ബാത്തിലാകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രവണതകൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് വകതിരിയില്ലാത്ത കുഞ്ഞുങ്ങളെ ഒരിക്കലും നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങളുടെ വീട്ടിൽ വകതിരിവുള്ള പ്രായപൂർത്തിയായ മക്കളുണ്ട്, അവരെ നിങ്ങൾ പള്ളിയിലേക്ക് അടുപ്പിക്കൂ, അവരെ നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കൂ. അവർ വീട്ടിലാണ്, എന്നിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വെള്ളിയാഴ്ചയും അല്ലാത്ത ദിവസവും ചില ദിവസങ്ങളിലേക്ക് ചെറിയ കുഞ്ഞുങ്ങളെ ചുമന്നും കൊണ്ടോ കൈ പിടിച്ചും കൊണ്ടോ പള്ളിയിലേക്ക് വരുന്നതായ ഒരു സ്ഥിതിഗതി അത് നാം മാറ്റിയെടുക്കേണ്ടതാണ്. നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ, പഠിക്കാൻ, പഠിപ്പിക്കാൻ, പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.